എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം ഓരോരുത്തരുമായിരിക്കും. ലോകത്തിലെ ജനത ഒരു പുതിയ വർഷത്തെ വരവേൽക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. എന്നാൽ ദൈവമക്കൾ ദൈവം അവരെ പരിപാലിച്ചതും നടത്തിയതും ഓർക്കുവാനും അതുപോലെ തന്നെ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന പോരായ്മകളെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുവാനും പുതിയ സമർപ്പണം തീരുമാനമൊക്കെ എടുക്കുവാനുള്ള ഒരവസരമായിട്ടാണ് ദൈവജനം ഈ അവസരത്തെ കാണുന്നത്. നാം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുവാനല്ല ഇവിടെ കൂടി വന്നിരിക്കുന്നത്, മറിച്ച് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചു. ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മെ കൂടി വരുത്തി. അതിനെ മഹത്വം കരയേറ്റുവാൻ, ദൈവത്തോട് നന്ദി പറയുവാൻ ആണ് ഈ രാത്രിയിൽ നാം കൂടി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷത്തോടെ ആയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ സങ്കീർത്തനം ദൈവത്തിന്റെ വിശ്വസ്തതയെ ഘോഷിക്കുന്ന, ദയയെയും കരുണയെയും സ്നേഹത്തെയും ഘോഷിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 136-ാം സങ്കീർത്തനം. These psalms focus on giving thanks to God for who He is and what He has done for His people. ഈ സങ്കീർത്തനം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുന്നത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അവനായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കിയിട്ട്, അഥവാ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ മഹത്വം, സ്നേഹം, നീതി, ദയ, വിശ്വസ്തത ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടി അവൻ ചെയ്തതായ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഒരു സങ്കീർത്തനമാണ് 136-ാം സങ്കീർത്തനം. ഇസ്രായേൽ ജനം അവര് പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ആരാധനയിൽ നാം വായിച്ചതുപോലെ തന്നെ വാക്യപ്രതിവാക്യമായി വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 136-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവരുടെ ചരിത്രം ദൈവം നടത്തിയ ദൈവത്തിന്റെ സ്വഭാവത്തെ വിളിച്ചോതുന്നതാണ്. ആ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അത് ആരാധനയിലേക്ക് മാറുന്നു. History turn into the theology and theology turn into the worship. Praise the Lord. ചരിത്രത്തിൽ ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ടത്, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്, നമ്മളുടെ അനുഭവത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, അത് ഓർക്കുമ്പോഴാണ് ദൈവത്തിന് ആരാധന, മഹത്വം കരയേറ്റുവാൻ, പരപ്രേരണ കൂടാതെ, ആരും പുഷ് ചെയ്യാതെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ കഴിയുന്നത്. സ്തോത്രം. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നു. ദൈവരാജ്യത്തിന്റെ പൗരന്മാരായി, ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി, ദൈവസഭയിലെ അംഗങ്ങളാക്കി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ വിഷയം. സ്തോത്രം. നിത്യ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ കർത്താവ് നൽകി. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാനിത് മുഴുവൻ സംസാരിക്കാനായിട്ടുള്ള സമയം എടുക്കുന്നില്ല. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ സങ്കീർത്തനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, സ്തോത്രം, ഈ സങ്കീർത്തനം ഇത് ആരംഭിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടിയെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നാം എടുത്താണ് ജീവിക്കുന്നത്. നാം മനുഷ്യൻ പുതുതായിട്ടൊന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല.
ദൈവം സൃഷ്ടിച്ചതിൽ നിന്ന് എടുത്ത് മനുഷ്യൻ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് സൃഷ്ടാവായി ദൈവത്തെ മഹത്വം കരയേറ്റി, ദൈവത്തിന് മഹത്വം കരയേറ്റി, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ബഹുമാനിച്ച് ജീവിക്കണമെന്ന ആദ്യ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. രണ്ടാമത് നാം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു 10-12 വാക്യങ്ങളിൽ നാം കാണുന്നത് സ്തോത്രം, ഈ സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയെ വിടുവിക്കുന്നവനായ ദൈവമാണ്, റിഡീമറാണ്, വിമോചകനാണ്. നമ്മെ മോചിപ്പിക്കുന്നവനായ, വിമോചനം നൽകുന്നവനായ ദൈവമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിച്ചാട്ടെ അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്തിനാ മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചത്? മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചതിന്റെ ഉദ്ദേശം ആ ജനത്തെ, തന്റെ ജനത്തെ വിടുവിച്ച് അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യകരമായ ദേശത്ത് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. സ്തോത്രം, അവിടെ ദൈവം ഇസ്രായേലിന്റെ രക്ഷകനായി, വിമോചകനായി, റിഡീമറായി നിൽക്കുകയാണ്. He is our redeemer. പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ ഭരണത്തിന് കീഴിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഒക്കെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവന്നു. താഴോട്ട് പിന്നെ നാം വായിക്കുമ്പോൾ ഈ യാത്രയിൽ അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. അവൻ ഓരോ ദിവസവും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഒരു ഇടയനായിട്ട് അവൻ ഷെപ്പേർഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 13 വാക്യം മുതൽ വായിച്ചാട്ടെ. 13 മുതൽ താഴോട്ടുള്ള 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാം. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച ജനത്തെ ചെങ്കടലിനെ 2 വിഭാഗിച്ച് അതിലൂടെ നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു ശ്രേഷ്ഠ ഇടയനായി ഓരോ ദിവസവും നമ്മെ നടത്തുന്നവനായ ദൈവമാണ്. എല്ലാവരും ഇവിടെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ നമ്മളോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മെ ചിന്തിച്ചു നോക്കിയാൽ നമ്മെ ദൈവം ക്രിയേറ്റ് ചെയ്തു. നാം ഈ ഭൂമിയിൽ ജനിച്ച അന്ന് മുതൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, ജീവനോടെ ശേഷിക്കാതെ എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. മരണത്തെ മുഖാമുഖം കണ്ട എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ട, ഈ ദൈവത്തെ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി പോകേണ്ട, പിശാചിന്റെ ട്രാപ്പിൽപ്പെട്ട ജീവിതം നശിക്കേണ്ട എത്രയോ സംഭവങ്ങൾ, വിശ്വാസപ്പടക് തകർന്നു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. അവിടെയെല്ലാം കർത്താവ് ഇതുവരെയും നിർത്തി. അത് അവന്റെ ദയയാണ്. അവൻ നല്ലൊരു ഷെപ്പേർഡായി വഴിതെറ്റിയപ്പോൾ അവൻ നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. അവൻ നമുക്ക് ഭാരശിക്ഷ നൽകി ശരിയായ ട്രാക്കിലൂടെ പോകുവാൻ തക്കവണ്ണം നല്ലൊരു ഇടയനായി കർത്താവ് നമ്മോട് കൂടെയിരുന്നു. He is a good shepherd. Hallelujah. അവൻ നമ്മെ നടത്തിയ ദൈവമാണ്. ഇന്നും അവൻ നമ്മെ നടത്തുന്നവനായ ദൈവമാണ്. Praise the Lord. അടുത്ത നാം കാണുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന 17-ാം വാക്യം വായിച്ചാട്ടെ. മഹാരാജാക്കന്മാരെ സംഗ്രഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ കോൺകററാണ്. നാം അവന്റെ കാൽച്ചുവടുകളെ പിഞ്ചുപറ്റുന്നുവെങ്കിൽ ദേശത്തെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം, ശത്രുവിന്റെ ബലത്തെ കെടുത്തുവാൻ തക്കവണ്ണം, പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ കോൺഗ്രസ് ആയി മാറ്റുന്ന, ഓവർകമേഴ്സ് ആക്കി മാറ്റുന്നവനായ സർവശക്തനായ ദൈവമാണ്. അവൻ നമ്മെ സൃഷ്ടിച്ചു. അവൻ നമ്മെ വഴി നടത്തുന്നവനായ ദൈവമാണ്. അവൻ നമ്മുടെ ഷെപ്പേർഡാണ്. അവൻ നമ്മെ കീഴ്പ്പെടുത്തുവാൻ, അഥവാ പ്രതിസന്ധികളെ കീഴ്പ്പെടുത്തുവാൻ, പിശാചിന്റെ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ കരുത്തു നൽകുന്നവനായ ദൈവമാണ്. ദൈവസഭയിലാകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഫൈനലി അതിന്റെ 23-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. അതിന്റെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. അവൻ റെഡീമർ മാത്രമല്ല, അവൻ ഒരു ഡെലിവറർ കൂടെയാണ്. നമ്മെ വിടുവിച്ച് മടക്കി കൊണ്ടുവരുന്ന ദൈവമാണ്. ദൈവത്തിൽ അകന്നു പോയപ്പോൾ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയപ്പോൾ, മത്സരിച്ചപ്പോൾ, ദൈവത്തെ അവിശ്വാസം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയപ്പോൾ, അവിടെയെല്ലാം നമ്മെ തേടി വന്ന ആ സ്നേഹത്താൽ നമ്മെ മടക്കി കൊണ്ടുവന്ന് പിന്നെയും ദൈവത്തിൽ നിർത്തിയവനായ ദൈവമാണ്. പത്രോസ് പല പ്രാവശ്യം കർത്താവ്
മഹാപുരോഹിതന്മാരുടെ കോർട്ടിയാണിൽ വെച്ച് മഹാപുരോഹിതൻ വേലക്കാർ ചോദിച്ചപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. യേശു അവരെ നോക്കി, കോഴി 3 പ്രാവശ്യം കൂവി. അവൻ ഓർമ്മ വന്നു, അവൻ മാനസാന്തരപ്പെട്ട് വീണ്ടും മടങ്ങി വന്നു. അത് കഴിഞ്ഞ് യേശുവിന്റെ മരണശേഷം അവൻ മത്സ്യം പിടിപ്പാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിട്ട് മത്സ്യബന്ധനത്തിനായി വീണ്ടും മടങ്ങിപ്പോയി. അവൻ ദൈവത്തിൽ നിന്ന് വീണ്ടും ആ ദൗത്യം നിർവഹിക്കാതെ മടങ്ങിപ്പോയപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവനെ തേടി ചെന്ന് ആ കടൽക്കരയിൽ നിന്ന് തിരിച്ച് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ നമ്മെ വിടുവിക്കുന്ന, മടക്കി കൊണ്ടുവരുന്ന അവൻ ഡെലിവറാണ്. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഇത്രയും കാര്യം ഓർക്കുമ്പോൾ ഒരു ദൈവവേദന ഒരിക്കലും മൗനമായിരിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ദൈവസേനയിൽ അനുസരണക്കേട് കാണിക്കുവാൻ ഒട്ടും കഴിയുകയില്ല. കേവലം കണ്ടനാളത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദം മാത്രമല്ല ദൈവത്തെ ആരാധനയായി കണക്കാക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവനാണ് ദൈവസേനയിൽ ആരാധനയായി സമർപ്പിക്കേണ്ടത്. ദൈവത്തെ അനുസരിക്കാതിരിപ്പാൻ, ദൈവത്തോട് മറുതലിപ്പാനായിട്ട് ഇത്രയും പ്രവർത്തികളെ ഓർക്കുന്ന ഒരു ദൈവത്തിന് ഒരു വ്യക്തിക്ക് ഒരിക്കലും കഴിയുകയില്ല. അതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. ഈ 2024 ദൈവം അത്ഭുതകരമായി നമ്മെ നടത്തിയല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയും പരിപാലനവും അറിയുവാൻ, അനുഭവിപ്പാൻ ദൈവത്തിനുള്ള നൽകി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ പ്രതിസന്ധികളുടെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ കടന്നുപോയി. അതിന്റെ അവശേഷിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അതിന്റെ നടുവിൽ ദൈവം നമുക്ക് ആരോഗ്യം നൽകി, ദൈവം നമുക്ക് കരുത്ത് നൽകി, ദൈവം നമ്മെ ദൈവത്തിൽ നിൽപ്പാനുള്ള കൃപ നൽകി. അതെല്ലാം ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഈ പുതിയൊരു വർഷം കർത്താവ് നമുക്ക് തരുന്നുവെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ ഒന്നുകൂടെ ദൈവത്തിൽ പുതുക്കാം. അത് ആരെയും ബോധ്യപ്പെടുത്തുവാനല്ല, മറിച്ച് ദൈവത്തോടുള്ള കടപ്പാടിന്റെയും ദൈവത്തിന്റെ സമർപ്പണത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തോട് നമുക്ക് വാക്ക് പറയാം. കർത്താവേ, 2025 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു വർഷമാക്കി തീർക്കണമേ. 2025 എനിക്ക് തരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവിൽ ഉല്ലസിക്കുന്ന, സന്തോഷിക്കുന്ന, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കരുത്തുള്ള ഒരു വ്യക്തി ജീവിതം എനിക്ക് തരണമേ എന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ.